ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ശ്രീജൻ. കോഴിക്കോടാണ് സ്ഥലം. കഴിഞ്ഞ 25ഓളം വർഷമായി സ്വദേശത്തും വിദേശത്തുമൊക്കെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, മോട്ടിവേഷണൽ ട്രെയിനിങ് ഒക്കെ ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന എപ്പിസോഡിൻ്റെ പേര് കുട്ടിയിലെ പരീക്ഷാ പേടി. പലപ്പോഴും ഇതിനു വേണ്ടിയിട്ട് ക്ലാസ്സുകളൊക്കെ തന്നെ പല സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഫൈനൽ എക്സാം എത്തുമ്പോഴത്തേക്ക് പേടിയാണ്. അതുപോലെ തന്നെ പേരൻസിനാണെങ്കിൽ ആദിയാണ്. കുട്ടികൾക്ക് പേടിയും പേരൻസിന് ആദിയും. ഇത് രണ്ടും കൂടെ കൂടുന്ന സമയത്ത് ടീച്ചേഴ്സിനാണെങ്കിൽ അവർക്ക് ടെൻഷനാണ്, ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത്. അപ്പോൾ ഈ പരീക്ഷാ പേടി മാറാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. ഓക്കെ, പരീക്ഷാ പേടി മാറാൻ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി ബസ് കയറി കഴിഞ്ഞാൽ ഛർദി വരുന്നു, അങ്ങനെയുള്ള കുട്ടികളുണ്ടാവും, വലിയ ആൾക്കാരുണ്ടാവും. ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് ഛർദിക്കുക. ഇവർക്കൊരു സൊല്യൂഷനേ ഉള്ളൂ. എന്താ പറയുക, ഡെയിലി ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ ആയിട്ട് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറുക. കുറച്ചങ്ങനെ യാത്ര ചെയ്ത് ആ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും. അല്ലാണ്ട് നിങ്ങൾ അതിനുള്ള അവാമി ഗുളിക വാങ്ങിയിട്ട് കഴിക്കുക, തൽക്കാലം അങ്ങനെയൊക്കെ നിന്നേക്കാം. അതൊരു മാനസിക പ്രശ്നമാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള റൈറ്റ് വേ എന്ന് പറഞ്ഞത് നമ്മൾ ഗുളിക വാങ്ങി കഴിക്കാതിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും. ഓക്കെ, പിന്നെ ഛർദി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ബസ്സിൽ കയറി പോയി കഴിയുമ്പോൾ ക്ലിയർ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ആളുകളെ ചില നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾ തന്നെ നിങ്ങളിൽ ചില ആളുകൾ ആ ഒരു ഇത് അറിയുന്നവരും ഉണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ. അതേപോലെ നമ്മുടെ പരീക്ഷയുടെ പേടി മാറ്റാൻ വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾ കുട്ടിക്ക് മോട്ടിവേഷണൽ ട്രെയിനിങ് കൊടുക്കുക, കോൺഫിഡൻസ് കൊടുക്കുക, ഇതൊന്നും കൊടുത്തുകൊണ്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതിപ്പിക്കുക. അവനെ കൊണ്ട് ആഴ്ചയിൽ ഒരു പരീക്ഷ വെച്ച് എഴുതിപ്പിക്കുക. അത് പേരൻസാണ് ചെയ്യേണ്ടത്, സ്കൂളിലല്ല. സ്കൂളിൽ 2-3 മാസം ക്ലാസ് എടുത്തതിന് ശേഷം ഒരു പരീക്ഷ വരും, ഒരു യൂണിറ്റ് ടെസ്റ്റ്, ക്ലാസ് ടെസ്റ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം, ഡെയിലി വേണമെന്നില്ല, ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായിട്ട്, അതൊരു പക്ഷേ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ഏതെങ്കിലും ഒരു ദിവസം രാത്രി ഒരു 8 മണി മുതൽ 8:30 വരെ, അല്ലെങ്കിൽ 7 മണി മുതൽ 7:30 വരെ, 8 മണി മുതൽ 8:30 വരെ, ഏതെങ്കിലും ഒരു അരമണിക്കൂർ നമ്മൾ ചെയ്യേണ്ടത് എക്സാമിനേഷൻ കൊടുക്കുക കുട്ടിക്ക്. ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായിട്ട്. അതവന് സുഖമില്ലാണ്ടൊക്കെ ഏതെങ്കിലും ഒരു ആഴ്ചയിൽ, ഇപ്പോൾ തിങ്കളാഴ്ച നമ്മൾ ഫിക്സ് ചെയ്ത് 7:30 മുതൽ 8 മണി വരെ അരമണിക്കൂർ, എല്ലാ തിങ്കളാഴ്ചയും 7:30 മുതൽ 8 മണി വരെ. ഇനി അത് 8 മണി 8:30 വരെ ടൈമൊക്കെ നമുക്ക് സൗകര്യം പോലെ ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യണം, ആഴ്ചയിൽ എല്ലാ ദിവസവും. അപ്പോൾ തിങ്കളാഴ്ച അവൻ്റെ മനസ്സിലുണ്ടാവും എല്ലാ തിങ്കളാഴ്ചയും 7:30 എക്സാമിനേഷനാണ്. ആ എക്സാമിനേഷൻ്റെ എന്താണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് അതും പറഞ്ഞു കൊടുക്കുക. അതിന് തെറ്റൊന്നുമില്ല. പരീക്ഷയിലൊന്നും പറയാണ്ട് നിൽക്കരുത്, ആ ചാപ്റ്ററിൽ ഏതെങ്കിലും പഠിച്ചു അങ്ങനെയൊന്നും പറയരുത്. അവനോട് പറയാം 3 ക്വസ്റ്റ്യൻസ്. നിങ്ങളിപ്പോൾ കൊടുക്കുന്ന ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കൊടുത്താൽ മതി. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തുടക്കത്തിൽ അങ്ങനെയാണ് വേണ്ടത്. അതിലൊരു 3 ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറയാം, അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസ്, പിന്നെ കുട്ടികൾക്കനുസരിച്ച് ഒരു 5 എണ്ണമൊക്കെ വരാം. ഒരു 15 മാർക്ക്. ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ്, ഓരോ ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെയോ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും അങ്ങനെ കേട്ടിട്ട് എഴുതുക. അത് ഓരോരോ ആഴ്ചയിലും ഓരോരോ സബ്ജക്റ്റ്. ഈ ആഴ്ച സയൻസ് ആണെങ്കിൽ അടുത്ത ആഴ്ച മാത്തമാറ്റിക്സ്, അതിൻ്റെ അടുത്ത ആഴ്ച ജോഗ്രഫി, അതിൻ്റെ അടുത്ത ആഴ്ച ഹിസ്റ്ററി, പിന്നെ ഇംഗ്ലീഷ്, മലയാളമൊക്കെ നോക്കി മാറി ഇങ്ങനെ എഴുതി വരും. അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് എന്തെല്ലാം അതിൽ ചോദിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻസ് അതും കുട്ടിയോട് പറയണം. ഈ ചാപ്റ്ററിലെ ഈ 3 ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഈ പാഠഭാഗത്തുള്ള ഈ 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അത് പഠിച്ചു നോക്കുക. അതവൻ പഠിക്കട്ടെ, എന്നിട്ട് എഴുതട്ടെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനൊരു മാർക്കൂട്ട് കൊടുക്കണം. നമ്മളൊരു മാർക്കർ, സ്കെച്ച് പെന്നൊക്കെ വാങ്ങി വെക്കുക. സ്കെച്ച് പെന്ന് കൊണ്ട് നോക്കുക, അതിനായിട്ട് സ്കെച്ച് പെന്ന് വാങ്ങി വെക്കുക, നോക്കുക. ഒരു പക്ഷേ ഈ ഒരു കുട്ടിയുടെ പേരൻറ്റ് ടൈലർ ഷോപ്പ് പണിയെടുക്കുന്ന ഒരു ടൈലറിങ് ലേഡി ആയിരിക്കും, സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ലേഡി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പണിയെടുക്കുന്ന ഏതെങ്കിലും ലേഡി ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിൽ ടെക്സ്റ്റൈൽസിലൊക്കെ നിൽക്കുന്ന സെയിൽസ് ലേഡി ആയിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ പരീക്ഷയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ BEd BTech MEd MTech ഒന്നും കഴിയേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞവർക്കും ചെയ്യുക. അപ്പോൾ ചില സമയം അവർ ചിന്തിക്കും, അയ്യോ എനിക്ക് സയൻസ് അറിയില്ലല്ലോ, എനിക്ക് മാത്സ് അറിയില്ല, പിന്നെ ഞാനെങ്ങനെയാണ് പരീക്ഷ നടത്തുക?
അങ്ങനെയല്ല, കുട്ടിക്ക് പഠിക്കാനുള്ള അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അതിലുണ്ട്. അത് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നിങ്ങൾ കൊടുക്കുന്നു, അതേപോലെ തന്നെ എഴുതി നിങ്ങൾ കൊടുക്കുന്നു. ആ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അന്നേരം അത് നോക്കുക, ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി വീട്ടിൽ വേറെ കുട്ടികളുണ്ടെങ്കിൽ ഡിഗ്രിയോ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ അവരെ കൊണ്ട് നോക്കിപ്പിക്കുക. ഞാൻ പറഞ്ഞത് തീരെ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത പേരൻസിനെ വരെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവന് എഴുതി, അവനെന്ത് ചെയ്യും, 15 മാർക്കിൽ 12 മാർക്ക് കിട്ടി, 10 കൂടുതൽ കിട്ടി, 15 മാർക്ക് കിട്ടി. ഇതൊക്കെ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കും. കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്ന സമയത്ത് കുട്ടിക്ക് മറ്റ് പരീക്ഷ പ്രശ്നമല്ല. ഇതെല്ലാ ആഴ്ചയിലും ചെയ്യുക. ഒരു കാരണവശാലും നമ്മളെ വീട്ടിലോ കുടുംബക്കാരെടുത്തോ അടുത്ത വീട്ടിലൊക്കെ കല്യാണമോ പരിപാടി സൽക്കാരുണ്ടെന്ന് പറഞ്ഞ് ഇത് മുടക്കാൻ പാടില്ല. അത് കുട്ടിയുടെ മനസ്സിനെ ബാധിക്കും. അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല, അതിപ്പോൾ ഈ ആഴ്ച ചെയ്തിട്ടില്ലല്ലോ, കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടില്ലോ. അപ്പോൾ നമ്മളങ്ങനെ നോക്കാം, ഇന്ന് നമുക്ക് കല്യാണത്തിന് പോകാനുള്ളതാണ്, അപ്പോൾ ഈ ആഴ്ചത്തെ പരീക്ഷ എഴുതേണ്ട, അടുത്ത ആഴ്ച എഴുതിക്കോ. ഇങ്ങനെയൊന്നും നോ കോംപ്രമൈസ്. ഒരു കോംപ്രമൈസിനും തയ്യാറില്ല. കല്യാണത്തിന് സൽക്കാരം പോകാൻ, ഈ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള കല്യാണം സൽക്കാരത്തിനൊക്കെ പോകാനേ പറ്റുള്ളൂ. ആ ഒരു ശീലം കുട്ടികൾ നിങ്ങൾ ഉണ്ടാക്കുക. അവനെ നോക്കുമ്പോൾ ഒരു വർഷം കൊണ്ട് ഒരു മാസത്തിൽ 4 പരീക്ഷ. അപ്പോൾ 12 മാസം കൊണ്ട്, സ്കൂളിലെ 10 മാസം എടുക്കണ്ട, 12 മാസം തന്നെ എടുക്കുക. 12 മാസം കൊണ്ട് 12, 4, 48 പരീക്ഷ. ഓൾമോസ്റ്റ് 48, 50 പരീക്ഷ കഴിയുമ്പോഴേക്കും ആ വർഷം അവന് പരീക്ഷയുടെ പേടിയൊന്നുമില്ല. പരീക്ഷ നിങ്ങൾ ചോദിച്ചോളൂ, എന്ത് പണി തരാം, പ്രശ്നമല്ല. ആ ലെവലിലേക്ക് കുട്ടി മാറും. ആ ലെവലിലേക്ക് മാറ്റണം. അതിന് നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് ഒരു കാരണവശാലും ഒരാഴ്ചത്തെ പരീക്ഷ മാറ്റിവെക്കാനോ നീട്ടിക്കൊണ്ടുപോകാനോ പാടില്ല. ഇനി ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്ന് നമുക്കവിടെ പരീക്ഷ കണ്ടക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, ആരെങ്കിലും ഏൽപ്പിക്കുക. ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് തിങ്കളാഴ്ച 8 മണി എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ വീട്ടിൽ 8 മണിക്ക് എത്താൻ പറ്റില്ല, വേറെ എന്താ ആവശ്യമായിട്ട് പോയി എന്ന് വിചാരിക്കുക. അന്നേരം നമ്മൾ എന്ത് ചെയ്യുക, അത് വേറെ ആരെങ്കിലും വീട്ടിലുള്ളവരെ ഏൽപ്പിക്കണം. എന്നാൽ ഒരു ക്വസ്റ്റ്യൻ അതൊന്ന് ചെയ്ത് കൊടുക്കുക. എന്ത് തിരക്കിനിടയിലായാലും നിങ്ങളത് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിൽ ചില സമയം കുട്ടികൾക്ക് ഈ തിങ്കളാഴ്ച 8 മണി എന്ന് പറഞ്ഞപ്പോൾ എന്തോ പനിയോ അസുഖമൊക്കെ വന്നെന്ന് വിചാരിക്കുക. അങ്ങനെ എഴുതാൻ പറ്റാത്ത കണ്ടീഷനാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രം മാക്സിമം എഴുതാൻ പറ്റുന്ന സമയമാണെങ്കിൽ നിങ്ങൾ എഴുതിക്കണം. കാരണം ഇതൊരു മാനസിക പ്രശ്നമാണ്. നാളെ അസുഖം വന്നിട്ട് എഴുതിച്ചില്ലേ കുട്ടി മനസ്സിലാക്കും, എനിക്ക് അസുഖമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷ എഴുതാണ്ടിരിക്കാം. അങ്ങനെ എന്ത് ചെയ്യുക, കുട്ടി അതിലേക്ക് മാറി വരും. അസുഖമൊക്കെ പറഞ്ഞുകൊണ്ട് തലവേദനയാണ്, വയറുവേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പരീക്ഷ മാറ്റാൻ നോക്കും. കുട്ടിയിൽ അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. പരീക്ഷയുടെ ഒരു പേടി ഉണ്ടാവില്ല. ഈ ഒരു പരീക്ഷ ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷം ഇതേമാതിരി തന്നെ. ഈ വീട്ടിൽ 2 കുട്ടികളുടെ 3 കുട്ടികളുടെ 3 ആൾക്കും ഒരേ ടൈം കൊടുക്കുക. പരീക്ഷ നടക്കുന്ന ടൈമാണ്. നമ്മൾ ഒരു ഫിക്സ് ചെയ്യണം. എല്ലാ തിങ്കളാഴ്ചയും 7:30 മുതൽ 8 മണി വരെ. അത് കുട്ടികളെ മനസ്സിലിങ്ങനെ ബോധം ഉണ്ടാകും. അയ്യോ, ഒന്ന് നാളെ തിങ്കളാഴ്ച ആണല്ലോ, നാളെ എക്സാമിലാണല്ലോ, ആ ബോധം ഉണ്ടാകും. എന്നിട്ട് നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ആൻസർ നമുക്ക് അന്നേരം തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ആൻസർ ഫുൾ മാർക്ക് അവർ കിട്ടിയിട്ട് അവരോട് പറയാം, വീണ്ടും അത് തന്നെ പഠിക്കാൻ വേണ്ടി പറയും. എന്നിട്ട് ആ പരീക്ഷനെ വീണ്ടും വെക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, അല്ലെങ്കിലും ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പരീക്ഷ കണ്ടക്ട് ചെയ്ത് പോകാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. എല്ലാ ദിവസവും ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ടൈം ടേബിൾ. ഇപ്പോൾ കുട്ടി സ്കൂൾ 4 മണിക്ക് വിട്ട് വന്നാൽ ഒരു 5 മണി വരെ കളിയൊക്കെ കഴിഞ്ഞ് വേണ്ട 6 മണി വരെ പോട്ടെ. ഇനി 7 മണിയായാലും പ്രശ്നമൊന്നുമില്ല. 7 മണി മുതൽ 9 മണി വരെ, 7, 8, 9, 10, ഒന്നിൽ 10 മണി വരെ, 7 മണി മുതൽ 10 മണി വരെ. ഇല്ല 6 മണിക്ക് തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ ഒരു 3 മണിക്കൂർ വൈകിട്ട് നിർബന്ധമായിട്ട് പഠിക്കണം. അതെപ്പോൾ വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ മോർണിംഗിൽ ഒരു 3 മണിക്കൂർ. ഇത് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ നിർബന്ധമായിട്ട് 3 മണിക്കൂർ മോർണിംഗും 3 മണിക്കൂർ ഈവനിങ്ങും നിങ്ങൾ ചെയ്തിരിക്കണം. ഒരു ടൈം ടേബിൾ ഇട്ട് കൊടുക്കുക. തിങ്കളാഴ്ച 3 മണിക്കൂർ എന്തെല്ലാമൊക്കെയാണ് വരിക. സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്. തിങ്കളാഴ്ച തന്നെ മൺഡേ തന്നെ ഈവനിങ്ങിൽ 3 മണിക്കൂർ. സോഷ്യൽ, മലയാളം ഫസ്റ്റ്, എൻവയോൺമെൻറ്റൽ സയൻസ്, അങ്ങനെ ഇതേ പറഞ്ഞിട്ട് അതിൽ മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി ഇതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം കുട്ടി കുറച്ച് ടഫാണ് ഇതൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് സയൻസ് കൊടുക്കുക, മാത്സ് കൊടുക്കുക, അതൊക്കെ കൊടുക്കുക, ഇംഗ്ലീഷും. പിന്നെ പറയാനുള്ളൊരു കാര്യം, കുട്ടിയെ യാതൊരു കാരണവശാലും നമ്മൾ ട്യൂഷന് പറഞ്ഞയക്കരുത്. ആ ഒരു ശീലം ഒഴിവാക്കണം. കുട്ടികൾ പലപ്പോഴും ട്യൂഷന് പോകുന്നത് അവന് കമ്പനി കൂടാൻ വേണ്ടി പോകുന്നതാണ്. സ്കൂൾ തന്നെ പോകുന്നത് കമ്പനി കൂടാൻ വേണ്ടിയിട്ടാണ്. സ്കൂൾ നിങ്ങൾ ഒരു ദിവസം സ്ഥിരമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളോട് പറയും ഒരു ദിവസം പോകണ്ടെന്ന് പറഞ്ഞു നോക്ക്, അവൻ പ്രശ്നം ഉണ്ടാക്കും. സ്കൂൾ വിട്ടിട്ട് ഒരു ദിവസം നമ്മളെ വീട്ടിൽ കല്യാണമാണ്, പരിപാടിയാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം, നീ ഒരു ദിവസം സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞു നോക്ക്, അന്ന് അവൻ എങ്ങനെയെങ്കിലും പോകും.
അതിൻ്റെ സൈക്കോളജി അവനത് പഠിക്കണം എന്ന് വിചാരിച്ച് പോകുന്നതല്ല. അവനത് വർഷങ്ങളോളം അങ്ങനെ പോയി അവൻ്റെ കമ്പനിയായിട്ട് അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് അവന് ഒരു ദിവസം മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞായറാഴ്ച തന്നെ ആണെങ്കിലും അവൻ്റെ വീടിൻ്റെ അടുത്ത് അവിടെ ഇവിടെയൊക്കെ കമ്പനിയെ കളിക്കും. തിങ്കളാഴ്ച പിന്നെ അവന് സ്കൂളിൽ പോകാനുള്ള ആഗ്രഹം, കാരണം തിങ്കളാഴ്ച പോയി എൻ്റെ ഫ്രണ്ട്സിനെ കാണാം. സ്കൂളിൽ പോകുന്ന 90% കുട്ടികളും പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് പോകുന്നതല്ല, കമ്പനി കൂടാൻ പോകുന്നതാണ്. നിങ്ങളെല്ലാം ചോദിച്ചു നോക്കട്ടെ. രാവിലെ 10 മണി മുതൽ 4 മണി വരെ സ്കൂളിൽ ഇരുന്ന് കഴിഞ്ഞൊരു കുട്ടിയോട് വന്ന് നിങ്ങൾ ചോദിക്കുകയാണ്, ഇന്ന് പഠിച്ച കാര്യം എന്ന് പറയും, എന്താണെന്ന് നീ പഠിച്ചത്? ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തോന്നുന്ന ഐഡിയയിൽ നീ പറയും, എന്താ പഠിച്ചത്? ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ അവൻ പറയാൻ പറ്റുന്നവൻ എന്തായിരിക്കും? മലയാളം സെക്കൻഡിലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏതെങ്കിലും ഒരു കഥ അവൻ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും, അതവൻ വേണേൽ പറഞ്ഞു തരും അന്ന് വന്നു. അല്ലാണ്ട് സയൻസിൽ ഇന്നെന്ന തിയറികൾ എടുത്തു, മാത്തമാറ്റിക്സിൽ ഇന്നെന്ന ഇക്വേഷൻസൊക്കെ വന്നിട്ടുണ്ട്, പുതിയ ഫോർമുലയൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു, ഇതൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ 10 മണി മുതൽ 4 മണി വരെ എന്താ ചെയ്യുന്നത്? അതാ ഞാൻ പറഞ്ഞത്, കുട്ടികൾ 10 മണി മുതൽ 4 മണി വരെ അവിടെ ഇരിക്കുകയാണ്. ഇത് വലിയ ആൾക്കാരൊക്കെ ഓഫീസിൽ പോകുന്നില്ലേ? പല ആൾക്കാരും ഓഫീസിൽ പോകുന്നുണ്ട്, അവിടെ ഫയലൊന്നും നോക്കാൻ വേണ്ടി പോകുന്നതല്ല, അവിടെ രാഷ്ട്രീയം പറയാനും മതം പറയാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. പിന്നെ അവരെ വീട്ടിലുള്ള കുടുംബക്കാരായിട്ട് ടൂർ പോകുന്നുണ്ടാവും. അപ്പോൾ അത് ഓഫീസിൽ ചെന്നിട്ട് വിളിക്കുക, അറിയാ നാളെ നമുക്കൊരു ടൂർ ഉണ്ട് കേട്ടോ, അത് പോകുന്നുണ്ട്, അപ്പോൾ ഓണത്തിലേക്ക് നമ്മൾ വെച്ചാണ്, അത് എന്തായാലും എല്ലാവരും വരണം, ആരിലേക്കാന്നുള്ളതൊന്ന് ഒരു ലിസ്റ്റ് ഇടണം. ഇതൊക്കെ ചർച്ച ചെയ്യുന്ന സ്ഥലമാണ് ഓഫീസ്. നമ്മൾ ഒരു വ്യക്തിയിൽ വർക്കിന് പോയാൽ എത്ര രൂപയാണ് ഒരു ദിവസം നമുക്ക് അവിടുന്ന് ശമ്പളമായിട്ട് കിട്ടുന്നത്, അത്രയും രൂപയുടെ പണി നമ്മൾ എടുത്തേക്കില്ലെങ്കിൽ ചെയ്യുന്നത് പാപമാണെന്ന് മനസ്സിലാവുക. കുറേ കഴിയുമ്പോൾ അസുഖമായിട്ടും കുട്ടികൾക്കൊക്കെ പ്രശ്നങ്ങളായിട്ട് വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും അത് പാപമായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ വാങ്ങുന്ന പൈസയ്ക്ക് പണിയെടുക്കണം നിർബന്ധമായിട്ട്. അതുപോലെ തന്നെ കുട്ടികൾ അതേപോലെ തന്നെ എന്താണ്, കുട്ടികൾ പലപ്പോഴും നമുക്ക് ട്യൂഷൻ വിടണമെന്ന് ഞാൻ പറയാനുള്ളൊരു റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, സ്കൂളിൽ ഈ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, പിന്നെ എന്തിന് ട്യൂഷന് പോകേണ്ട കാര്യം? ഈ ട്യൂഷന് പോയ എല്ലാ കുട്ടികളും ഫുൾ A+ ആണോ? ട്യൂഷന് നിങ്ങൾ വിട്ട കുട്ടികളൊക്കെ തന്നെ ഫുൾ A+ ആണോ? പിന്നെ എന്തിനാണ് നിങ്ങൾ ട്യൂഷൻ വിടുന്നത്? ഒരു വർഷം 8ാം ക്ലാസ്സിലേക്കാണെങ്കിൽ 10,000 രൂപ, 9ാം ക്ലാസ്സിൽ 10,000 രൂപ, 10ാം ക്ലാസ് 10,000 രൂപ, ഒരു ആവറേജാണ് ഞാൻ പറയുന്നത്. ഒരു 3 വർഷം കൊണ്ട് കുട്ടി ഹൈസ്കൂൾ കഴിയുമ്പോൾ 30,000 രൂപ. ഇനിയിപ്പോൾ 5ലും 6ലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്, അവരിപ്പം 10ാം ക്ലാസ് എത്തുമ്പോഴേക്ക് ഒരു 50,000 രൂപ അതിനായിട്ട് മാറ്റി വെക്കണം. എന്ത് കാര്യത്തിന്? പണ്ട് നമ്മൾ ട്യൂഷനൊക്കെ പറഞ്ഞയക്കായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ അടുത്തോ വീട്ടിലൊന്നും ആരുമില്ല ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആളുകൾ. ഇന്ന് വീട്ടിലുള്ളവരൊക്കെ ഒരു ഡിഗ്രിയും കാര്യങ്ങളും അവർക്കൊക്കെ അത്യാവശ്യം പറയാൻ പറ്റും. മാത്രമല്ല ഇന്നിപ്പോൾ നെറ്റൊക്കെ വന്നതോടുകൂടി കംപ്ലീറ്റ് യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകൾ കിടക്കുന്നുണ്ട്, ഫ്രീ ക്ലാസ്സുകളുണ്ട്. നിങ്ങളിപ്പോൾ 6ാം ക്ലാസ്സിലെ മാത്സാണ് ഇപ്പോൾ അറിയാത്തതെങ്കിൽ നിങ്ങൾ 6ാം ക്ലാസ് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് മീഡിയം ചാപ്റ്റർ 5 എന്നടിച്ചു നോക്ക്, ഒരുപാട് ക്ലാസ്സുകൾ കാണിക്കും. അത് ഇംഗ്ലീഷ് വേണ്ടൊരു ഇംഗ്ലീഷ് എടുക്കുക, ഹിന്ദി വേണ്ടൊരു ഹിന്ദി എടുക്കുക, മലയാളം വേണ്ടൊരു മലയാളം എടുക്കുക. ഇത് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ട്യൂഷൻ സെൻ്ററിൽ ആളുകൾ പറയുന്നത് കുട്ടിക്ക് മൊബൈൽ കൊടുക്കരുതെന്ന്. കുട്ടിക്ക് മൊബൈൽ കൊടുത്താൽ കുട്ടി ഇതൊക്കെ കണ്ടുപിടിക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളെടുത്ത് വന്നറിയും, അച്ഛാ അല്ലെങ്കിൽ അമ്മ നോക്കൂ, നമ്മളെ ട്യൂഷൻ സെൻ്ററിൽ പോകുന്നതിനെക്കാട്ടും ഗംഭീര ക്ലാസ് ആട്ടോ യൂട്യൂബിലുള്ളത് എന്ന് കുട്ടി കണ്ടുപിടിക്കും. അതുകൊണ്ടാണ് ട്യൂഷൻ സെൻ്ററിലെ സാറുമാരൊക്കെ പാരൻസ് മീറ്റിംഗ് വിളിച്ചിട്ട് അവരോട് പ്രത്യേകം പറയും, കുട്ടികൾക്ക് നിങ്ങൾ ഈ വർഷം മൊബൈൽ ഫോണൊന്നും കൊടുക്കരുത്. കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് സംഭവം, അവർ പിടിക്കപ്പെടും. അവർ പറയും നല്ല ക്ലാസ് അവിടെയാണ്, ട്യൂഷനൊന്നും പോകേണ്ട ആവശ്യമില്ലെന്ന്. ഞാൻ അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട് കേട്ടോ, പഠിക്കുന്ന കുട്ടികളാണ്. അവരവരുടെ പാരൻസിനോട് പറഞ്ഞാൽ വെച്ചാൽ അങ്ങനെ ട്യൂഷന് വിടണ്ട, ഞങ്ങളിവിടെ ഇരുന്ന് പഠിച്ചോളാം. കാരണം രാവിലെ 1.5 മണിക്കൂർ അങ്ങോട്ട് 1.5 മണിക്കൂർ ഇങ്ങോട്ട് 3 മണിക്കൂറാണ് പോകുന്നത്. ഈ 3 മണിക്കൂർ അവർക്ക് വീട്ടിൽ നിന്ന് 1 മണിക്കൂർ പഠിച്ചാൽ മതി. അതുപോലെ വൈകുന്നേരം 1.5 മണിക്കൂർ അങ്ങോട്ട് 1.5 മണിക്കൂർ ഇങ്ങോട്ട്, ഇങ്ങനെ 3 മണിക്കൂറാകും. അപ്പോൾ ട്യൂഷന് പറഞ്ഞയക്കരുത്. അതിനെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് ചോദിക്കുക. നമ്മൾ സ്കൂളിൽ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അവരോട് ചോദിക്കുക എന്താ മടി, നമ്മൾ പൈസ കൊടുക്കാത്തതുകൊണ്ടാണ്. ഗവൺമെൻറ് കോടിക്കണക്കിന് റുപ്യ ശമ്പളം കൊടുത്തിട്ട് നിർത്തിയിരിക്കുക, കുട്ടീനെ ഒരു പരിധിയിലെത്തിക്കുക. ഗവൺമെൻറ് കോടിക്കണക്കിന് റുപ്യ കൊടുത്തിട്ട് ടീച്ചേഴ്സിനോട് പഠിപ്പിക്കാൻ വെച്ചിരിക്കുന്നത് അവർ കുട്ടികളുടെ ആവശ്യങ്ങൾ സംശയങ്ങൾ ഒക്കെ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് സ്കൂളിൽ വാർഷികം നടത്താനല്ല ഗവൺമെൻറ് സാലറി കൊടുക്കുന്നത്, മനസ്സിലായില്ലേ? സ്കൂൾ വാർഷികം നടത്താനും പിന്നെ അങ്ങനെയുള്ള കുറേ പരിപാടികൾ നടത്താനും വേണ്ടി മാത്രമല്ല, അതൊക്കെ അതിൻ്റെ കൂടെയുള്ളൊരു സാധനമാണ്. പ്രധാനമായിട്ട് 90% വേണ്ട കുട്ടിയുടെ വിദ്യാഭ്യാസമാണ്, പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ടീച്ചേഴ്സ് റെഡിയായി നിൽക്കുകയാണ്, അവർ റെഡിയായിട്ട് അവിടെ ഉണ്ടല്ലോ.
അപ്പോൾ എന്ത് സംശയം കുട്ടി ചോദിക്കണം എല്ലാ ദിവസവും. ഇന്നിപ്പോൾ നമ്മൾ ആലോചിച്ചേക്കുന്നത് രാവിലെ ഇപ്പോൾ 10 മണിക്ക് ഇപ്പോൾ ക്ലാസ് തുടങ്ങുകയാണ്. ഫസ്റ്റ് പീരീഡ് സയൻസാണ്. എന്ന് തോന്നിയാൽ സയൻസ് എടുക്കുക, ബുക്ക് തലേ ദിവസം എടുത്ത് വായിച്ചു വെക്കുക, അതിലൊരു സംശയം എല്ലാം ഒരു നോട്ടിൽ എഴുതി വെക്കുക. ഒരു കഷ്ണം പേപ്പറിൽ എഴുതി വെക്കുക സംശയം, എന്നിട്ട് നമ്മുടെ ബോക്സിൽ എവിടെയെങ്കിലും വെക്കുക. എന്നിട്ട് ടീച്ചർ വന്ന സമയത്ത് ടീച്ചറെ ക്ലാസ് കഴിഞ്ഞ് ക്ലാസ്സിൻ്റെ ഇടയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. ചോദ്യം ചോദിക്കേണ്ട സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ക്ലാസ്സിൻ്റെ ഇടയിലൂടെ ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ടീച്ചർ അതുപോലെ ഒരു സംശയം ഉണ്ടേ എന്ന് ചോദിക്കുക. അങ്ങനെ എല്ലാം ഇംഗ്ലീഷിൻ്റെ സാർ വരുന്നത് ഇംഗ്ലീഷിൻ്റെ സംശയം ചോദിക്കുക, കെമിസ്ട്രിയുടെ സാർ വരുന്നത് കെമിസ്ട്രിയുടെ സംശയം ചോദിക്കുക. ഇങ്ങനെ സംശയം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, ഇങ്ങനെ ചോദിക്കാനൊന്നും കിട്ടുന്നില്ല, നിങ്ങൾ പോയിട്ട് പുസ്തകത്തിൽ പരുത്. ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടിക്ക് സംശയം ഉണ്ടാവില്ല, തീരെ പഠിക്കാത്തവനും സംശയം ഉണ്ടാവില്ല. കുറച്ച് പഠിക്കുന്നതിനാണ് സംശയം ഉണ്ടാവുക. കാരണം കുറച്ച് പഠിച്ചതുകൊണ്ട് അതിന് ബാക്കി എന്തായിരിക്കും, ഇതിൻ്റെ മുമ്പിൽ എന്തായിരിക്കും, പിന്നിൽ എന്തായിരിക്കും, ഈയൊക്കെ സംശയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രീതിയിൽ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിക്കുക. രാവിലെയും വൈകുന്നേരമുള്ള ട്യൂഷൻ ഒഴിവാക്കുക, ഒരുപാട് സമയം കിട്ടും. എന്ത് കാര്യത്തിന്? നമ്മൾ വലിയ സ്കൂൾ കോട്ടും ടൈ ഇട്ട് പോയതുകൊണ്ട് പരീക്ഷയ്ക്ക് ഫുൾ A+ കിട്ടണമെന്നൊന്നുമില്ല. അങ്ങനെ കുറേ പേരൻസ് ഉണ്ട്, അവിടെ ടൈയും കോട്ടും ഉള്ള സ്കൂളാണ്, അതുകൊണ്ട് അവിടെ കൊണ്ടുപോകാം. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സാധാരണ ഗവൺമെൻറ് സ്കൂളാണ്, അവിടെ പോരാ. ഇതാരനൊക്കെയാണ്? അതൊന്നും ശരിയല്ല. നമ്മുടെ വീട്ടിനടുത്തൊരു ഗവൺമെൻറ് സ്കൂളുകളുണ്ടെങ്കിൽ അതൊക്കെ പൂട്ടിപ്പോകാതിരിക്കണം, അതൊക്കെ ഒന്ന് നിലനിൽക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ അതിൻ്റെ അടുത്താണ് ചേർക്കേണ്ടത്. നിങ്ങൾ കുറേ പൈസ ഒക്കെ ചിലവ് ചെയ്ത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് മാസം നല്ലൊരു ശമ്പളമുള്ള ജോലി കിട്ടുമെന്ന് പറയുന്നതും ആ വിചാരം തെറ്റാ. ചില പേരൻസ് അങ്ങനെ ഉണ്ട്, ഒരുപാട് പൈസ ഒക്കെ ചിലവ് ചെയ്താലേ ഉള്ളൂ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ട് അവന് ഭാവിയിൽ നല്ല ശമ്പളമുള്ള ജോലി കിട്ടുമെന്ന്. അങ്ങനെയൊന്നുമില്ല. പഠിക്കാൻ എളുപ്പവും ചോദിക്കാനും ഒക്കെ എളുപ്പമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളാണ്. അവിടെയാണ് നമ്മൾ പോകേണ്ടത്, അവിടെ നമ്മൾ പഠിക്കണം. അല്ലാണ്ട് പ്രൈവറ്റ് സ്കൂൾ ഒരുപാട് പൈസ കൊടുത്ത് പോയിട്ട് എന്ത് വ്യത്യാസമുള്ളത്? പ്രൈവറ്റ് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ബെറ്റർ ആയിട്ട് പഠിക്കുന്നുണ്ട് ഇപ്പം ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളൊക്കെ തന്നെ. വെറുതെ നമ്മൾ പൈസ കൊടുക്കുക, അതിലൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ പഠിക്കുക, അവിടുത്തെ ടീച്ചേഴ്സിന് അവരോട് സംശയങ്ങളൊക്കെ ചോദിക്കുക. ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഓരോ ടീച്ചേഴ്സിനും ചോദിക്കുക. പിന്നെ ഈ സംശയങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ചില ടീച്ചേഴ്സിനൊക്കെ ദേഷ്യം പിടിക്കട്ടോ, അവിടെ പോയി ഇപ്പോഴാണ് സംശയം ചോദിക്കുക, നിനക്ക് എപ്പോഴും ഒരു സംശയം നിനക്ക് പറയും. നിങ്ങളതൊന്നും കണക്കാക്കണ്ട, അതൊന്നും കൂസലാക്കാതെ ടീച്ചറോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ടീച്ചർ ചീത്ത പറയും, നിങ്ങൾ ചോദിക്കും. ടീച്ചർ ചീത്ത പറയും, നിങ്ങൾ ചോദിക്കും. ടീച്ചർ ചീത്ത പറയും, നിങ്ങൾ ചോദിക്കും. അങ്ങനെ തന്നെ പോകണം. കുറേ കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ലെവലിലേക്ക് വരും. അതായത് ടീച്ചർ എല്ലാ സംശയങ്ങളും, ടീച്ചർക്ക് പോയാലും വീട്ടിൽ പോയാലും ഉറങ്ങുന്ന സമയത്തൊക്കെ നിങ്ങളെ ചീത്ത പറഞ്ഞത് നിങ്ങളുടെ സംശയം ചോദിക്കാൻ വരുന്നൊക്കെ ഓർമ്മയുണ്ടാവും മനസ്സിൽ. അവനാണ് പഠിക്കുന്ന കുട്ടി, അവൻ നാളെ നല്ലോണം പഠിക്കാൻ ചാൻസ് ഉണ്ട്, അവൻ നാളെ നല്ലോണം പഠിക്കും. ചീത്ത കേട്ടോട്ടെ, ചീത്ത കേട്ടതല്ല നമ്മളെ പ്രശ്നം. കുട്ടികളെ സംബന്ധിച്ച് ചീത്ത കേട്ടതിന് കുറവാക്കുണ്ടാവും. ഓക്കെ, യെസ്, അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. നമ്മൾ ചോദിക്കണം, പോകണം. കുട്ടികൾ മക്കാറാക്കും, നമ്മൾ പോകണം. ടീച്ചർ ചീത്ത പറയും ചിരിക്കും, നമ്മൾ വീണ്ടും പോകണം. എഴുതുക ഓരോ ദിവസവും എല്ലാ സബ്ജക്റ്റ്. ഇന്നിപ്പോൾ ഒരു 6 സബ്ജക്റ്റ് ഇന്ന് സ്കൂളിൽ എടുക്കുന്നുണ്ടെങ്കിൽ 6 പീസ് പേപ്പറിൽ എഴുതി വെക്കണം. ഓരോരോ ക്ലാസ്സിലും ഡൗട്ട് ഇല്ലെങ്കിൽ എൻ്റെ വെറുതെ ഒരു ഡൗട്ട് ചെറിയ, അവിടെ നമുക്ക് അറിയാം ആൻസർ, പക്ഷെ ചെറിയ സംശയം എന്ന് പറഞ്ഞതാണല്ലോ, ആ സംശയം എല്ലാം എഴുതി വെക്കുക, അവിടെ കൂടെ പോകും. അങ്ങനെ 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 ചോദിച്ച് തീർക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എക്സാമിൻ്റെ എന്ത് ചെയ്യണം, ഡെയിലി നിങ്ങൾ പഠിക്കാനുള്ള മാർഗ്ഗങ്ങളും ടൈം ടേബിളൊക്കെ എഴുതി വെക്കുക, അവർക്ക് പഠിക്കാനുള്ള മാർഗ്ഗങ്ങൾ കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് പരീക്ഷാ പേടി മാറിക്കിട്ടും. അതുപോലെ ആഴ്ചയിൽ ഒരു എക്സാം നടത്തുക. ആ കണക്ക് ചില സമയം കണക്കിൻ്റെ പരീക്ഷ നടത്തുക. അയ്യോ എനിക്ക് കണക്കൊന്നും അറിയില്ലല്ലോ എന്ന് ചില പേരൻറ്റ് വിചാരിക്കും. ഒന്നും അറിയണ്ട, കണക്കിൽ അവിടെ ഒരു 10 ചോദ്യം 5 ചോദ്യം അതിൻ്റെ ആൻസറും കണക്കിൽ അവരുടെ നോട്ട് ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. അത് തന്നെ ചോദ്യം കൊടുക്കുക, ആ ചോദ്യം കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ നോക്കുക, അത് ഇങ്ങനെ തന്നെ ഒക്കെ എഴുതിയിട്ടുണ്ടോന്ന്. ഓക്കെ, എന്താ ശരിയാക്കി ഇടുക. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു പരീക്ഷ ചെയ്യുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ അങ്ങനെ ശീലമായി മാറും. അത് പിന്നെ ആഴ്ചയിൽ ഒരു പരീക്ഷ എന്നുള്ളത് അടുത്ത കുറച്ചുകൂടി ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ 2 പരീക്ഷ, ആ ലെവലിൽ ഇങ്ങനെ ആക്കി കുട്ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ തന്നെ അങ്ങ് ചെയ്തു പോകും. പിന്നെ അവൻ തന്നെ ക്വസ്റ്റൻ ഉണ്ടാക്കി അവൻ തന്നെ പഠിക്കാനുള്ള ലെവലിലൊക്കെ എഴുതാം അവൻ തന്നെ ഒറ്റയ്ക്ക്. അപ്പോൾ അതാണ് പരീക്ഷാ പേടി മാറാനുള്ള ഒരു പോംവഴി. അത് നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധിച്ച് മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ച് അത് ചെയ്യുക. ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, ടൈമിനനുസരിച്ച് ക്ലാസ്സുകൾ പഠിക്കാൻ വേണ്ടി കുട്ടിയെ ഏർപ്പെടുത്തുക. ട്യൂഷന് വിടാതിരിക്കുക, ക്രിട്ടിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിൻ്റാണ്. കാരണം ട്യൂഷന് വിടുന്നത് ഒരുപാട് ആൾ ട്യൂഷനിൽ നിന്ന് ഇറങ്ങി വരുന്നത്, സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അതുപോലെ തന്നെ കുട്ടിക്ക് ജോലിയാണ്. വൈകുന്നേരം വീട്ടിൽ ട്യൂഷന് പോവുക, തിരിച്ചിങ്ങോട്ട് വരിക, അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് വരിക. അല്ലാണ്ട് അവിടെ പോയിട്ട് പഠിക്കാനൊന്നും പോകുന്നതല്ല. ചുരുക്കം ചില കുട്ടികളൊക്കെ ട്യൂഷന് പോയിട്ട് പഠിക്കുന്നുണ്ടാവും.
അപ്പോൾ നമ്മൾ ശരിക്കും അല്ലേ എന്ന്. അതിലൊന്നും കാര്യമൊന്നുമില്ല. ട്യൂഷൻ സെൻറ്ററിലൊന്നും നമ്മൾ ഓവർ ഡെവലപ്പ് ചെയ്യുന്ന കാര്യമൊന്നും പറയുന്നൊന്നുമില്ല. അവിടെയൊക്കെ പഠിപ്പിക്കുന്നത് സ്കൂൾ പഠിപ്പിക്കുന്നത് തന്നെയാണ്. പിന്നെ എന്തിനാണ് ട്യൂഷൻ പറഞ്ഞിരിക്കുന്നത്? ഒന്നുകൂടി ക്ലാസ് കിട്ടുമെന്നോ? ഒന്നുകൂടി ക്ലാസ് കിട്ടുമെങ്കിൽ യൂട്യൂബ് പഠിച്ചാൽ മതി. ഇപ്പോൾ ഒരു മാത്തമാറ്റിക്സിൻ്റെ ഒരു സംശയം ഒരു ട്യൂഷൻ സെൻറ്ററിൽ പോയാലും സാർ ഒറ്റ പ്രാവശ്യം പറയും. പക്ഷേ യൂട്യൂബിൽ നിങ്ങൾക്ക് വീണ്ടും ബാക്കടിച്ച് മനസ്സിലാത്ത ഭാഗം പറഞ്ഞ് വീണ്ടും കേൾക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചിട്ട് അതൊക്കെ നമ്മൾ കാണണം. അതിനാണ് നമ്മൾ ഇത്രയും മൊബൈലൊക്കെ വന്ന് ഈ ഒരു ഡെവലപ്മെൻറ്റൊക്കെ എത്തിയത്. അത് വളരെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ വലിയൊരു മാറ്റം നമ്മളുണ്ടാവും. ഇപ്പോൾ പരീക്ഷയുടെ പേടിയൊക്കെ കുറയും. ടൈം ടേബിൾ ഇന്ന് തന്നെ എഴുതി വെക്കുക. ഇനിയിപ്പോൾ സ്കൂൾ അടുത്ത പരീക്ഷ കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ പോകുന്ന സമയത്ത് രാവിലെയും വൈകുന്നേരം 3 മണിക്കൂർ പഠിക്കാനുള്ള ടൈം ടേബിൾ. ആ 3 മണിക്കൂറിൽ 3 വിഷയം, അടുത്ത 3 മണിക്കൂർ 3 വിഷയം. ഒരു ദിവസം 6 സബ്ജക്റ്റ് നോക്കാൻ പറ്റണം. കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ തന്നെ പോകണം. ലാഗ് ചെയ്ത് പോകാൻ പാടില്ല. അതാണ് കുട്ടി പഠിക്കാൻ ടൈപ്പ്. അപ്പോൾ ഇതൊക്കെ വളരെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുക. നിങ്ങളത് ചെയ്താൽ നിങ്ങളുടെ കുട്ടികളുടെ വിജയം സുനിശ്ചിതമാണ്. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം കുട്ടിയിൽ. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നൈബേഴ്സ് അറിയുന്നവർക്കൊക്കെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം കുറേ ആൾക്കാർ ഇത് അറിയണമെന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. നിങ്ങൾ ഷെയർ ചെയ്താലേ അവർക്ക് കിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.